വൈൽഡ് കാർഡ്സിന് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. 5 വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള മത്സരാർത്ഥികളെ 1 മുതൽ 16 വരെ റാങ്കിങ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ഇത്തരത്തിൽ 5 റൗണ്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇവർ 1 മുതൽ 16 വരെയുള്ള സ്ഥാനങ്ങൾ മറ്റു മത്സരാർത്ഥികൾക്ക് കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് ഈ മത്സരാർത്ഥികളോട് 3 ഓപ്ഷൻസ് ചോദിക്കും. അതിൽ ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇങ്ങനെ റാങ്കിങ് ചെയ്തിരുത്തിയെന്നുള്ളത് മറ്റുള്ള മത്സരാർത്ഥികൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുക ഈ 5 വൈൽഡ് കാർഡ്സിനുമായിരിക്കും. കാരണം ഓരോ റൗണ്ടിലും ഇവർ കറക്റ്റ് ഉത്തരം പറയുന്നതനുസരിച്ച് ഈ വൈൽഡ് കാർഡുകളിൽ ഒരാൾക്ക് ഇന്നത്തെ ദിവസം പണിപ്പുരയിലേക്ക് പോകാൻ കഴിയില്ല. ഇനി ഇവർ തെറ്റുത്തരാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ്സ് പണിപ്പുരയിൽ പോയി എടുത്തിട്ട് വരുന്ന ഈ ബോംബിന്റെ പണി ഒരാൾക്ക് മാത്രമല്ല, അതിന് പകരം 2 പേര് അത് ചെയ്യേണ്ടി വരും. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ഇവർക്ക് കൊടുക്കുന്ന വിഷയം ബുദ്ധിശാലി എന്നുള്ളതാണ്. ഇതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള 16 പേരെയും 1 മുതൽ 16 വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് റാങ്കിങ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ആദ്യം ഇവർ ഈ വിഷയം കിട്ടിയ സമയത്ത് ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇവർ 1 മുതൽ 16 വരെ ഇങ്ങനെ റാങ്കിങ് ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഈ ടാസ്ക് ചെയ്യുക, അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ കറക്റ്റായിട്ട് ഇവർക്ക് തോന്നുന്ന ബുദ്ധിശാലികൾ ആരൊക്കെയാണെന്നുള്ളത് 1 മുതൽ 16 വരെയുള്ള സ്ഥാനങ്ങൾ കൊടുക്കുകയാണ്. അതിൽ 1-ാം സ്ഥാനം ജിസേലിന്, 2-ാം സ്ഥാനം അനീഷിന്, 3 നൂറ, 4 ഷാനവാസ്, 5 അക്ബർ, 6 ബിന്നി, 7 ഒണിയൽ, 8 അഭിലാഷ്, 9 രേണുസുതി, 10 അപ്പാനി, 11 നെവിൻ, 12 റെന, 13 അനിമോള്, 14 ആദില, 15 ശൈത്യ, 16 ആര്യൻ. ഇങ്ങനെ ഇവരെ 1 മുതൽ 16 വരെയുള്ള സ്ഥാനങ്ങൾ കൊടുത്തിരുത്തിയതിനു ശേഷം ബിഗ് ബോസ് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തരാം, അതിലേതാണ് ശരിയായിട്ടുള്ള വിഷയം എന്നുള്ളത് പറയാന്നുള്ളത്. 1-ാമത്തെ വിഷയം ഭീരുത്വം, 2 ബുദ്ധിശക്തി, 3 അലസത. ഇതിലേതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ റാങ്കിങ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ബാക്കി 16 പേരും കൂടെ ആലോചിച്ച് പറയാം. അപ്പോൾ ഇവർ ആലോചിച്ച് ഇവർക്ക് പെട്ടെന്ന് തന്നെ ബുദ്ധിശക്തി എന്നുള്ളത് കിട്ടി. അപ്പോൾ എല്ലാവരും കൂടെ ബുദ്ധിശക്തി എന്നുള്ളത് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് ഒന്നുകൂടെ ചോദിക്കുന്നു, ഇത് ഉറപ്പിച്ച് പറയുകയാണോ, അന്തിമ തീരുമാനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ പറയുന്നു അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത്, ഞങ്ങൾ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്, അവർക്ക് അങ്ങനെ തോന്നിയിട്ട് പറയുന്നതാണ് എന്ന് പറയുന്നു. നൂറ പറയുന്നു, ടാസ്കിൻ്റെ മാത്രമല്ല പൊതുവെ ഉള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് റിവേഴ്സ് സൈക്കോളജി എന്നുള്ള രീതിയിൽ ഇവർക്ക് മാറ്റി മാറ്റി പറഞ്ഞതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം ശരിയാണ്. അപ്പോൾ ഈ വൈൽഡ് കാർഡ്സിൽ ഒരാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറയുന്നു. അതായത് ഇവരിൽ ഒരാൾക്ക് ഇന്നത്തെ ദിവസം പണിപ്പുരയിലേക്ക് പോകാൻ കഴിയില്ല. അതിലാരാണ് പോകണ്ടാത്തത് എന്നുള്ളത് ബാക്കിയുള്ള ഈ 16 പേരും കൂടെ തീരുമാനിക്കാൻ പറയുന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ട് പറയുന്നു മസ്താനി. അപ്പോൾ അനീഷ് പറയുന്നു, മസ്താനിക്ക് ഈ വീടിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. അപ്പോൾ എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ട്. അങ്ങനെ മസ്താനിക്ക് ഈ ദിവസം പണിപ്പുരയിലേക്ക് പോകാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ 4 റൗണ്ടുകളും കൂടെ ബാക്കിയുണ്ട്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത അറിയിപ്പ് ലഭിക്കുമ്പോഴായിരിക്കും അടുത്ത റൗണ്ടുകൾ നടക്കുക.